ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ടേസ്റ്റി അയലക്കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങൾ: കുറച്ച് പകുതി സവോള അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 2-4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഇത്രയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു 6 അയലുണ്ട്, ഒരു 1/2 കിലോനുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ പറയണത് കേട്ടോ. മുളകിട്ടത്, അയല മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ 4-5 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 ഉള്ളി വെളുത്തുള്ളി, തക്കാളി, സവോള, പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളകും പൊടി, പിന്നെ അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പുളി. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കടുകും ഉലുവയും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ കടുക് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ ഉണ്ട്, അപ്പോൾ അതെടുത്ത് ഉപയോഗിക്കും. അപ്പോൾ ഇത് ഞാൻ കടുകും ഉലുവയും കൂടി അങ്ങനെ ഒരുമിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ സ്പൂണ് അതിലേക്ക് ഇട്ട് ഒക്കെ. പിന്നെ മുളകും പൊടി ഒരു ഇത്തിരി വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക്. അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടി വരണ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കടുകും ഉലുവയും കൂടിയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത മസാലകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ പെരിഞ്ജീരകപ്പൊടി കുറച്ചുണ്ട്, പിന്നെ ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ വലിയ ടേബിൾ സ്പൂൺ മുളകും പൊടി, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര എടുത്തുള്ളൂ. അപ്പോൾ 4 ഐറ്റം മസാലപ്പൊടികളാണ് എടുത്തുള്ളത്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, അത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അധികം കൂടുതൽ കുറേ മല്ലിപ്പൊടിയൊന്നും നമുക്കതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലിപ്പൊടി മാത്രം ഇട്ടാൽ മതി. അതായത് ഒരു ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി. അധികം കൂടുതൽ മല്ലിപ്പൊടി മുളകും കറിയിൽ വരുമ്പോൾ അതൊരു കുത്തലുണ്ടാവും. ഇത് ഇത്ര അളവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ നമ്മളെ കടുക് ഉലുവയൊക്കെ പൊട്ടിയപ്പോൾ ചെറിയൊരു പിടി കറിവേപ്പില ഇട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചേർക്കാം, കുറച്ച് നമ്മൾ ഒരു സവാളയുടെ പകുതി ആണ് അരിഞ്ഞുള്ളത്. ചെറിയൊരു സവാളയുടെ പകുതിയാണ് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അതിടാം. നമുക്കതിലേക്ക് ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി നമുക്ക് ചേർക്കാം. സവാള തന്നെ ചേർക്കണമെന്നില്ല, ചെറിയുള്ളി ചേർക്കാം കേട്ടോ. ചെറിയുള്ളി ചേർക്കുമ്പോൾ സവാള ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പം നമ്മളിവിടെ വെക്കുന്നത് അയല മുളകിട്ടതാണ് കേട്ടോ. അയല മുളകിട്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ പെരിഞ്ജീരകപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല മണമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മല്ലിപ്പൊടി ചേർക്കരുത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി നമ്മൾ കടുക് വറക്കുമ്പോഴൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഒരു മണമായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും, അതിന് പ്രത്യേക ടേസ്റ്റ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പെരിഞ്ജീരകപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി എത്രയാണോ എടുത്തിട്ടുള്ളത് അത്ര തന്നെ അളവിന് മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം പെരിഞ്ജീരകപ്പൊടി ധാരാളമൊന്നും ചേർക്കുന്നില്ല, ഒരു ചെറിയ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഒരു ചെറിയ സ്പൂൺ ഫുള്ളായിട്ടില്ല, ഒരു 1/4 ഭാഗം അത്ര തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് കേട്ടോ. നമ്മൾ സാധാരണ അയില മുളകിട്ടത് ഉണ്ടാക്കുമ്പോൾ
നമ്മൾ പെരിഞ്ജീരകപ്പൊടിയൊന്നും ചേർക്കാറില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. ഇനി അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ആവശ്യത്തിന് ചേർത്താൽ മതി. ചിലവർക്ക് നന്നായിട്ട് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, 2 പച്ചമുളകും കൂടി കൂടുതൽ ചേർക്കാം. 2 കൂടുതൽ ചേർക്കേണ്ടുള്ളൂ. ഇത് പിന്നെ ബുള്ളറ്റ് ചില്ലി എന്ന് പറയില്ലേ, അത് ആ ഒരു പച്ചമുളകാണ്. അതായത് നല്ല എരിവുള്ള ഉണ്ട പച്ചമുളക് ഉണ്ടല്ലോ, ആ ഒരു പച്ചമുളകാണ്. ഒരു 5 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുണ്ട്. പിന്നെ നമ്മൾ വലിയൊരു സ്പൂണ്, വലിയ ടേബിൾ സ്പൂൺ എന്ത് ചേർത്തിട്ടുണ്ട്, മുളകും പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 5 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഉണ്ടമുളകിന് നല്ല എരിവുണ്ട്, അത് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ അത്രയാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിവിടെ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് കല്ലുപ്പാണ്. അപ്പോൾ അത് പാകത്തിന് ഇട്ട് കൊടുത്ത്. കല്ലുപ്പ് നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ പാകത്തിന് കല്ലുപ്പ് വേണം ചേർക്കാൻ. നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ കല്ലുപ്പ് എടുത്തതിൻ്റെ കുറച്ച് പകുതി മാത്രമേ ചേർക്കേണ്ടതുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ച ഒരു മീഡിയം സൈസ്, ചെറിയൊരു മീഡിയം സൈസ് നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അങ്ങനെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ അയലയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ അയലയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു കണക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ 1 കിലോനാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ എടുത്തതിൻ്റെയൊക്കെ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം. പിന്നെ പെരിഞ്ജീരകപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ര അളവിന് തന്നെ മല്ലിപ്പൊടിയും ചേർത്താൽ മതി. മുളകിൻ്റെ ആ അളവിന് എന്ത് ചെയ്യരുത്, മല്ലിപ്പൊടി ചേർക്കരുത്. പെരിഞ്ജീരകം എത്രയാണോ എടുത്തിട്ടുള്ളത് അത്ര തന്നെ അളവിന് മല്ലിപ്പൊടി മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഒരു 1/4 ചെറിയ സ്പൂൺ ജീരകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, പെരിഞ്ജീരകപ്പൊടി. അത്ര തന്നെ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1/4, ചെറിയൊരു സ്പൂണിൽ 1/4 എടുക്കുക കേട്ടോ പെരിഞ്ജീരകപ്പൊടി, 1 കിലോ അയിലാണെങ്കിൽ. അങ്ങനെ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ചാറ് നന്നായിട്ട് തിളപ്പിക്കാം. നമ്മുടെ ചാറ് നന്നായി തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അയില അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെ വെച്ചാൽ അയില 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ വാൽഭാഗം തലഭാഗം അങ്ങനെ 2 ഭാഗമാക്കിയിട്ട് അതിലെ തലയുടെ ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തല മാത്രമല്ല, അതിൽ മാംസമുണ്ട്. എന്താ വെച്ചാൽ പകുതിയാണ്, ഹാഫായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാൽഭാഗം വരുന്ന ഭാഗമല്ല, മറ്റ് തലഭാഗം വരുന്ന ആ ഭാഗം, അതാണ്. ഒരു 5 6 അയില മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വലിയ അയിലയാണ്, 1/2 കിലോന് അത്യാവശ്യം വലുതാണ്. അതുകൊണ്ട് ഒരു 6 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് അയിലയുടെ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ചതിന് ശേഷം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അയില ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ആ പെരിഞ്ജീരകപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട്, മല്ലിപ്പൊടിയൊക്കെ അത്യാവശ്യത്തിന് പാകത്തിന് ചേർത്തത് കൊണ്ട് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അയില കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, അത്ര വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പകുതിയാണ് കേട്ടോ, ഒരു അയിലയുടെ പകുതി. അതിൽ ഒന്ന് വാൽഭാഗം ഒന്ന് തലഭാഗം വരുന്ന ഭാഗം, അതിലെ വാൽഭാഗമൊക്കെ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പം ഈ അയിലയുടെ ഇതിട്ട് കൊടുത്തു, കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ചട്ടിയൊന്ന് നമുക്കിങ്ങനെ ചിറ്റിക്കുക. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു പിടി നമുക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് നന്നായിട്ടിരുന്ന് വേവട്ടെ.
മീനൊക്കെ നന്നായിട്ട് ഇരുന്നിട്ട് വെന്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ മീനൊക്കെ വെന്ത് വരുമ്പോൾ ആ പെരുംജീരകത്തിൻ്റെയും ആ ഒരു മല്ലിപ്പൊടിയുടെയും ഒക്കെ പിന്നെ പാകത്തിന് ഒരു വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മളൊക്കെ, നല്ല ടേസ്റ്റാണ് കറിക്ക് നല്ല മണവും ടേസ്റ്റും ഒക്കെ തരുന്ന കുറച്ച് ഐറ്റംസാണ് ഈ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ പെരുംജീരകം, ഇതൊക്കെ. പിന്നെ ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉലുവയും കടുകും ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ പൊട്ടിച്ചത്. അപ്പോൾ ചിലപ്പോഴൊക്കെ കറിയിൽ അങ്ങനെ ഉലുവയും കടുകും ഒരുമിച്ച് ചേർത്ത് കടുക് വറക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഇഷ്ടമുള്ളവരങ്ങനെ ചെയ്താൽ മതി. ചിലർക്ക് ഉലുവ മാത്രമായിരിക്കും ഇഷ്ടം, ചിലർക്ക് കടുക് മാത്രമായിരിക്കും ഇഷ്ടം. മീൻ കറിയിലൊക്കെ കേട്ടോ, നമ്മൾ പച്ചക്കറിയിൽ ഒക്കെ നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ഇനി ഉലുവ ഇഷ്ടമുള്ളവർക്ക് ഉലുവയും ചേർക്കാം. നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണ് ഉലുവ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് തിളച്ചിട്ട് കാണാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് ചെറുതാക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ആണ് നന്നായിട്ട് ഇരുന്നിട്ട് ആ മീനിലേക്കൊക്കെ അതിൻ്റെ മസാലപ്പൊടികളും ഒക്കെ പിടിച്ച് മീൻ നന്നായി വെന്ത് നല്ല ടേസ്റ്റായി വരുള്ളൂ. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പുണ്ടോയെന്നും നോക്കണം തുറന്നിട്ട്. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ ഒക്കെ അളവിടാൻ അറിയാത്തവർ, അല്ലെങ്കിൽ ഇനി കൂടിപ്പോകുമോ എന്നൊക്കെയുള്ള ഡൗട്ടുള്ളവർ ആ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. പിന്നെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. പ്രത്യേകിച്ച് കല്ലുപ്പ് വളരെ കുറച്ചെടുത്താൽ മതി. പൊടിയുപ്പാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ലേശം കൂടുതൽ എടുക്കണം. അപ്പോൾ കല്ലുപ്പ് എടുക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. കറിയിൽ ഉപ്പ് കൂടിയ പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ പാകത്തിന് ഉപ്പ് ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് മതി, ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് പുറത്ത് വരുന്നത് വരെ അത്രയുള്ള ഉപ്പുള്ളൂ. അല്ലാതെ കൂടുതൽ ഉപ്പ് മുന്തി നിൽക്കുന്ന രൂപത്തിൽ ഉപ്പ് നമ്മൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതിയാവും. പിന്നെ ആ പച്ചക്കറിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയിലൊക്കെ ഉപ്പ് പിടിക്കാൻ സഹായിക്കും. പിന്നെ ബാക്കിയുള്ളത് അവിടെ പുളിവെള്ളം, ആ വെള്ളം നമ്മൾ ചേർക്കുന്ന സമയത്ത് അതിൽ ബാലൻസ് ചെയ്യും. പിന്നെ നമ്മൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ ബാക്കി മീനിലും പിടിക്കും. അപ്പോൾ എല്ലാത്തിലും ഉപ്പ് കറക്റ്റ് പാകത്തിന് ഉണ്ടായിരിക്കും. ഇനി കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറി അങ്ങനെ ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി അയല മുളകിട്ടത് അങ്ങനെ ആവുന്നുണ്ട്. എല്ലാവർക്കും മത്തി മുളകിട്ടത്, അയല മുളകിട്ടത് ഒക്കെ നല്ല ഇഷ്ടമല്ലേ? അപ്പോൾ ഈ രൂപത്തിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചെറിയ അളവിൽ ജീരകപ്പൊടി, അത്ര തന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. എത്ര ചോറ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. സാധാരണ കുട്ടികൾക്ക് മുളക് കറിയൊന്നും ഇഷ്ടമാവാറില്ല. ചില കുട്ടികൾക്ക് മുളകും കറി അത്ര അങ്ങോട്ട് താല്പര്യമില്ല. എന്നാൽ ഈ രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ കമൻറ്റ് താഴെ പറയണം, കമൻ്റ് ഇടണം കേട്ടോ എന്തായാലും. പിന്നെ നിങ്ങളിത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒരംഗമാവണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റുള്ള മുളക് കറിയാണിത്, അയല മുളകിട്ടത്. അപ്പോൾ ഇനി മറ്റൊരവസരത്തിൽ മത്തി മുളകിട്ടത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പോൾ അയല മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പാകത്തിന് വെള്ളമൊക്കെ, ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. പാകത്തിന് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ അളവിൽ കുറേ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മീനിൻ്റെ അളവും നമ്മൾ കൂട്ടി കൊടുക്കണം. മീനിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർക്കാൻ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അത് നമുക്ക് കറിക്ക് മാത്രമല്ല കേട്ടോ, ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ദോശയ്ക്ക് മീൻ കറിയൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. മീൻ കറി, അതുപോലെ തന്നെ ദോശ, അതുപോലെ പുട്ട്, ഇടിയപ്പം, ഇതിക്കൊക്കെ നമുക്ക് കൂട്ടാം. ചിലർ മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കുമല്ലോ. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കണേൽ ഒക്കെ, കഞ്ഞിക്കൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
കഞ്ഞിയൊക്കെ കൂട്ടിയിട്ട് ഈ മീൻ കറി കൂട്ടി കഴിക്കാൻ. പിന്നെ ദോശ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പുട്ടും ഒക്കെ, ആ പുട്ടിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കറി തുറന്ന് നോക്കി കറി കുറച്ച് വറ്റിയിട്ടുണ്ട്, നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടേസ്റ്റുള്ള മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ഓഫാക്കിയിടാം. ഓഫാക്കിയിട്ടാലും കുറച്ച് നേരം കൂടി ആ ചട്ടിയുടെ ചൂടുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് വെന്തോളും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി പാകത്തിന് ഉപ്പും ഒക്കെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എല്ലാതും കറക്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കറി. നല്ല രുചിയുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മെല്ലും, ആ സ്മെല്ലിനനുസരിച്ച് ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ടേസ്റ്റിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്കും അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാര്യം നിങ്ങളുടെ സബ്സ്ക്രൈബാണ് നമുക്ക് മുന്നോട്ടുള്ള ഊർജ്ജം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.